ഒരിക്കൽ കൂടി സ്വാഗതം ഹാരിസ് ടേസ്റ്റ് ടൈമിലേക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിളമീൻ മുളകിട്ട കറിയാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ വിളമീൻ എന്ന് പറയും, അറബി നാട്ടുകളിൽ ഇതിനെ ശേരി എന്ന് പറയും. അറബികളുടെ പ്രിയപ്പെട്ട ഒരു മത്സ്യമാണ്. അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് നമുക്ക് പോകാം. വിളമീൻ മുളകിട്ടത് വെക്കാൻ വേണ്ടി വിളമീൻ ഒരു 750 ഗ്രാമാണ് മേടിച്ചത്. ഞാൻ നല്ലപോലെ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനാവശ്യമായ മസാല കൂട്ടങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡറും സാദാ ചില്ലി പൗഡറും ചേർന്നതാണ്. കോറിയൻഡർ പൗഡർ 1 ടേബിൾ സ്പൂണ്, പിന്നെ പുളി ഒരു 2 എണ്ണം, പിന്നെ ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം നെടുക ഇങ്ങനെ കീറിയാൽ മതി. പച്ചമുളക് ഒരു 3 എണ്ണം, വെളുത്തുള്ളി ഒരു 4 അല്ലി, ജിഞ്ചർ ഒരു ചെറിയ കഷ്ണം. ഇത്ര സാധനങ്ങളാണ് വിളമീൻ മുളകിട്ട് വെക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്ക് അടുപ്പ് ഓൺ ചെയ്യാം. അടുപ്പ് ഓൺ ചെയ്ത് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മുളകിട്ട വിളമീൻ കറി വെക്കാൻ. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അങ്ങനെ എണ്ണയെ കടന്ന് നല്ല കുതിച്ച് പായുവാണ്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, നമുക്കൊരു ഗോൾഡൻ നിറമാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിപ്പം അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. വരണ്ട് വന്ന് കഴിയുമ്പോഴാണ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. എണ്ണ കിടന്ന ഉള്ളിയെല്ലാം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യമായ മസാല കൂട്ടങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ടാമത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ എടുത്തു വെച്ച പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കണം. നമ്മുടെ മസാലക്കൂട്ടത്തിൻ്റെയൊക്കെ ആ പച്ചപ്പ് മണം മാറുന്ന വരെ നമുക്ക് എണ്ണയിലിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചായിരിക്കണം ചെയ്യേണ്ടത്. മസാലക്കൂട്ടത്തിൻ്റെയൊക്കെ പച്ചപ്പ് മണം പോയി. ഈ സമയത്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും. ഇപ്പം നമുക്ക് അരപ്പൊക്കെ വെള്ളത്തിലോട്ട് നല്ലപോലെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ഒരു ഗ്ലാസ്സും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് തിള വരുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് പാൻ്റെ അടപ്പൊന്ന് തുറന്നു നോക്കാം. മീനിൻ്റെ ഗ്രേവി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കാം. മീൻകറി ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ ഈ ഗ്രേവിയിൽ മീൻ മുങ്ങി നിൽക്കണം. ഗ്രേവി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വീണ്ടും വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് പറ്റിച്ചെടുക്കാം. നമ്മൾ മീൻ എല്ലാം ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഒരു 2-3 മിനിറ്റ് നേരത്തേന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. മീൻകറി നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്രേവിയൊക്കെ ആവശ്യത്തിനുണ്ട്. 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് നമുക്ക് അടുപ്പ് നിർത്തി നമുക്കിത് തീമേശയിലോട്ട് വിളമ്പാം. മീൻ കറി അങ്ങനെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രേവിയൊക്കെ നല്ലപോലെ ആവശ്യത്തിനുണ്ട്. ഫിഷ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അറബി മാമനാണെങ്കിൽ മീൻകറി വെക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ശേരിയെ പിടിച്ച് നമ്മൾ വിളയാക്കി മീൻകറി വെക്കൂലേ, പുള്ളിയുടെ വായിലാണ് കപ്പൽ ഓടിക്കാനുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വെളമീൻ അഥവാ ശേരി മുളകിട്ടത് റെഡിയായിട്ടുണ്ട്. ഞങ്ങളുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ ഗുഡ് ബൈ.